ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലുള്ള പീസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വിരകിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ കുറച്ച് വെള്ളവും വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാൻ വേവിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള എല്ലൊക്കെ കളഞ്ഞ് പീസ് മാത്രമാക്കി പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പിച്ചി വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. കുക്കായി ഇരിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് പെട്ടെന്ന് ഒന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സവാള ചേർക്കുന്നുണ്ട്, പൊടിയായിട്ട് അരിഞ്ഞിട്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം വെള്ളരിക്ക ചേർക്കുന്നുണ്ട്, സലാഡ് വെള്ളരിക്ക ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം ക്യാരറ്റും, പിന്നെ ഒരു 1/4 കപ്പോളം ക്യാബേജ്, ഒരു 2 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം, ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇതിലേക്ക് ഞാൻ മയണൈസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എഗ്ലെസ് മയണൈസും ഞാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എഗ്ഗ് വെച്ചിട്ടുള്ള മയണൈസും നേരത്തെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം പ്രത്യേകിച്ച് കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിരകിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. കുഴച്ച് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ മാവിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുവാണ്. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെടുത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യും പോലെ തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മാവ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ നമ്മൾ പരത്തുന്നത് ആ കട്ടിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തിയിട്ടുണ്ട്. ഇനി റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഞാനൊരു അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എക്സസ് ആയിട്ടുള്ള മാവങ്ങ് മാറ്റിയതിന് ശേഷം നമുക്ക് ഓരോന്നും എടുത്തിട്ട് നമുക്ക് പോട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീൽ കപ്പ് അത്യാവശ്യമാണ് കേട്ടോ. സ്റ്റീൽ കപ്പ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഈ സ്റ്റീൽ കപ്പിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ കുറച്ചൊന്ന് എണ്ണ സ്പ്രെഡാക്കി കൊടുക്കുക. നമ്മളിത് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് അതൊന്ന് പെട്ടെന്ന് ഇളവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ ഇതുപോലെ ഒരു പ്ലീറ്റായിട്ട് അതിലങ്ങ് വരും. കുറച്ച് മടക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ വരും. അപ്പോൾ അതൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. അതിൽ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഇത് നേരെ തിളച്ച എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അത് നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ അതിൽ നിന്ന് അതങ്ങ് വിട്ടുപോരും. ഇപ്പോൾ ഇളവിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പോട്ടും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിന്നിവിടെ ചെയ്യുന്നത് ഒറ്റയടിക്ക് നമ്മൾ പാനിപൂരിയൊക്കെ കഴിക്കത്തില്ലേ, ഒറ്റയടിക്ക് വായ്ക്കകത്തിട്ട് കഴിക്കാൻ പറ്റുന്ന ആ ഒരു സൈസിലാണ് കേട്ടോ നമ്മളെ പോട്ട് ഇന്നിവിടെ ചെയ്തെടുക്കുന്നത്. ഇതിനേക്കാളും വലുത് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കുറച്ചും കൂടി മാവ് വലിയ രീതിയിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇതെല്ലാ പോട്ടും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ടിഷ്യൂവിൽ വെച്ചിട്ടുണ്ട് എല്ലാം എണ്ണയൊക്കെ വടിഞ്ഞ് പോവാനായിട്ട്. അപ്പോൾ എല്ലാ പോട്ടും നല്ല മുരുമുരാന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാ പോട്ടിലും നമുക്ക് ഫില്ലിങ് നിറച്ചു കൊടുത്തിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ മുമ്പേ തന്നെ ഫില്ലിങ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇതെല്ലാ പോട്ടും ഞാൻ വറുത്ത് കോരിയത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഫില്ലിങ് മുമ്പേ ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഫില്ലിങ് ഒരിക്കലും പുറത്ത് വെക്കരുത്. നേരെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഫ്രീസറിലല്ല, താഴെ തട്ടിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അത്രയും ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ പോട്ടിലും ഞാൻ ഫില്ലിങ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയില എല്ലാത്തിലും ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ എല്ലാ പോട്ടും ഇവിടെ റെഡിയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.